ഹായ്, കുറച്ച് നാൾ മുമ്പ് ഞാൻ സ്റ്റഡി അബ്രോഡിന്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പുറത്തുപോയി പഠിക്കണം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. എന്തുകൊണ്ട് നിങ്ങൾ പുറത്തുപോയി പഠിക്കണം എന്നുള്ളതിന്റെ കുറച്ച് പുതിയ പോയിന്റ്സ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രോസ് മാത്രം പറഞ്ഞാൽ പോലെ കുറച്ച് കോൺസും കൂടെ പറയണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇതിന്റെ നെഗറ്റീവ് സൈഡ്സും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഇതിൽ ഞാൻ പറയുന്നുണ്ട്. അതുപോലെ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ഫസ്റ്റ് പാർട്ടിന്റെ വീഡിയോ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി നോക്കാം എന്താണ് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ പോസിറ്റീവ് കാര്യങ്ങൾ എന്താണെന്നുള്ളത്. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് കാര്യം നോക്കാം. ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പാർട്ട് ടൈം എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ, കാരണം നോർമലി വിദേശ രാജ്യങ്ങളിലെല്ലാം നമുക്ക് ക്ലാസ്സസ് 2 മാക്സിമം 3 ദിവസം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഈ 2-3 ദിവസത്തിന് ശേഷം ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് അപ് ടു 20 hours നമുക്ക് പാർട്ട് ടൈം ചെയ്യാനും അതിലൂടെ നമുക്കൊരു ഇൻകം ഏൺ ചെയ്യാനും അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് പഠിച്ച് നമുക്കൊരു ജോലിയിൽ പ്രൊഫഷൻസി നേടാനും പറ്റും. പ്രത്യേകിച്ച് പല രാജ്യങ്ങളും നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് അങ്ങനെയുള്ള, ഇപ്പോൾ UK പല മാസ്റ്റേഴ്സ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് കോഴ്സ് ചെയ്യുന്നവർക്ക് അവരുടെ കോഴ്സിന് ചിലപ്പോൾ റെലവൻ്റ് ആയ ജോലി കിട്ടാൻ സാധ്യതയില്ല, കാരണം മാനേജ്മെന്റ് സബ്ജക്റ്റ് എടുക്കുന്നതുകൊണ്ട്. പക്ഷേ അവർക്ക് ഈ ടൈമിൽ അവർക്ക് മറ്റൊരു ഡിപ്ലോമ കോഴ്സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയോ കണ്ടുപിടിച്ചാൽ അവർക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു വർക്ക് വിസയിൽ പോകുമ്പോൾ അവർക്ക് ഈ കോഴ്സ് അവരുടെ ഈ പഠിച്ച കോഴ്സും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർക്ക് എക്സ്പീരിയൻസും ബേസ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് വർക്കിലോട്ട് കയറാനും ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ പാർട്ട് ടൈം ചെയ്യുന്ന സ്റ്റുഡൻസ് എപ്പോഴും എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബിനേക്കാൾ കൂടുതൽ അവിടെ റെലവൻ്റ് ആയിട്ടുള്ള ഷോർട്ട് സ്കില്ലിൽ പെട്ട ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ കയറി അതിൻ്റെ അകത്ത് കുറച്ച് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ വർക്ക് എക്സ്പീരിയൻസിലോട്ടുള്ള ജേർണി കുറേ കൂടെ ഈസിയായി കിട്ടും. അടുത്തൊരു പോയിന്റ് നോക്കാം. ഈ രാജ്യങ്ങളിലെല്ലാം പൊതുവെ റിസർച്ച് ബേസ്ഡ് ഉള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. നമ്മുടെ നാട്ടിലുള്ള സ്റ്റുഡൻസിന് പൊതുവെ അത്ര അവെയർ അല്ലാത്തൊരു സിസ്റ്റമാണ് ഈ റിസർച്ച് ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ ക്ലാസ്സസിൽ ഇപ്പം നമുക്ക് ടീച്ചേഴ്സ് തരുന്ന പുസ്തകങ്ങൾ, നമ്മുടെ സ്കൂളിൽ നിന്നോ കോളേജസിൽ നിന്നോ തരുന്ന പുസ്തകങ്ങൾ നമ്മൾ കാണാപ്പാഠം പഠിച്ച് നമ്മളത് എഴുതുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ നാട്ടിൽ ഫോളോ ചെയ്ത് വരുന്നത്. പക്ഷേ ഈ വിദേശ രാജ്യങ്ങളിലെല്ലാം പൊതുവെ ഒരു ക്രെഡിറ്റ് ബേസ്ഡ് മാർക്കിംഗ് സിസ്റ്റമാണ് ഉള്ളത്. നമ്മൾക്കൊരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ സബ്ജക്ട്സിന് വേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്ന് അതിനുശേഷം നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് നമ്മളുടെ ഫൈൻഡിങ്സും നമ്മുടെ റിസർച്ചുമാണ് നമ്മൾ ആൻസേഴ്സ് ആയിട്ട് പലപ്പോഴും സബ്മിറ്റ് ചെയ്യാറ്. അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന നമ്മളുടെ റിസർച്ചിനാണ് പലപ്പോഴും അവിടെ പോയിന്റ്സ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു പ്രധാന ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കോഴ്സ് പഠിച്ച് തീരുമ്പോഴേക്കും നമ്മൾക്ക് നമ്മളുടേതായ ഇന്റേണൽ നോളജ് ഒരുപാട് വർദ്ധിക്കും. നമ്മൾ മറ്റാരെങ്കിലും എഴുതിയൊരു പുസ്തകം വായിച്ച് എഴുതുന്നതിനേക്കാളും ഓഫ് കോഴ്സ് നമ്മൾ നടത്തിയ റിസർച്ചസിന് ബേസിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ മെന്റലി കൂടുതൽ വളരുള്ളൂ. കാരണം നമ്മളുടെ ഒരു ലേണിംഗ് ഒരു ബുക്കിൽ ലിമിറ്റഡ് അല്ല, നമ്മൾ അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ സെർച്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളുടെ സെൽഫ് ലേണിങ്ങും നമ്മുടെ റിസർച്ചും ഒരുപാട് എൻഹാൻസ് ചെയ്യും ഈ വിദേശ വിദ്യാഭ്യാസ സിസ്റ്റത്തിലൂടെ. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിന്റാണ്. അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. ഗ്ലോബൽ ആക്സെപ്റ്റൻസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ്. നമ്മളൊരു വിദേശ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്, നമ്മളൊരു വിദേശത്താണ് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടുത്തെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റാങ്കിങ് നമ്മളുടെ നാട്ടിലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും യൂണിവേഴ്സിറ്റിനേക്കാളും വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റീസിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ എപ്പോഴും ഒരു ജോലിക്ക് പോകുമ്പോൾ മച്ച് മോർ ആക്സെപ്റ്റഡ് ആണ്. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ റിലേറ്റഡ് ആയിട്ടാണ് അടുത്തൊരു പോയിന്റ് വരുന്നത്. ഈ ഗ്ലോബലി ആക്സെപ്റ്റഡ് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ആ വിദേശ രാജ്യങ്ങളിലെ കരിക്കുലം, നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സും അല്ലെങ്കിൽ നമ്മൾക്ക് തരുന്ന ടോപ്പിക്സും ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ് അപ്ഡേറ്റഡ് ആയിരിക്കും. നമ്മളുടെ സിസ്റ്റം പലപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഒരു ന്യൂനത എപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ പല യൂണിവേഴ്സിറ്റികളിലും അവൈലബിൾ അല്ല എന്ന് ഉള്ളത് തന്നെയാണ്. കാരണം റീസെന്റ് ഞാനൊരു ടോക്ക് ഷോയിൽ ശശി തരൂർ പറയണ ഞാൻ കേട്ടതാണ്. ഒരു TV ചാനലിന്റെ ഉദ്ഘാടനത്തിന് ചെന്നപ്പോൾ അവിടുത്തെ പല യങ്സ്റ്റേഴ്സിനെ കണ്ട് അവരോട് സംസാരിച്ചപ്പോൾ അവർ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ പഠിച്ച സ്റ്റുഡൻസ് ആണ്. പക്ഷെ അവര് ആ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ക്യാമറ തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ച്
ഇവരുടെ സബ്ജക്റ്റിൽ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇവർക്ക് ഈ ഇനോഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് ഈ എക്യുപ്മെന്റ്സ് എല്ലാം ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്സ് ഇവർക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് എല്ലാം ഈ വിദേശ യൂണിവേഴ്സിറ്റികളിൽ അവരുടെ കരിക്കുലത്തിൽ തന്നെ ഈ കാര്യങ്ങളുണ്ട്. അപ്പൊ വൺസ് നമ്മൾ അവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഇതിനു വേണ്ടി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് വേറെ എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച പോയിന്റും. കാരണം മോസ്റ്റ് മോഡേൺ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന കരിക്കുലം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ, നമ്മൾ എപ്പോഴും പഠിച്ച് പാസ് ഔട്ട് ആവുമ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. നമ്മൾ അതുകൊണ്ട് തന്നെ വിദേശ കമ്പനികൾ ഹയർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടും. നമ്മൾ പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ്, പക്ഷെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക്, ഈ കമ്പനികൾക്ക് നമ്മളെ പഠിപ്പിച്ചെടുക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ടൈമും കാര്യങ്ങളും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് കൂടുതലും താല്പര്യപ്പെടുക ഏറ്റവും കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ചൂസ് ചെയ്യാനായിരിക്കും. അതുകൊണ്ട് തന്നെ വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. അവരുടെ എല്ലാ കരിക്കുലവും ഏറ്റവും അപ്ഡേറ്റഡ് ആണ്. ഇനി റീസൺ നമ്പർ 5 എന്താണെന്ന് നമുക്ക് നോക്കാം. പല ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസും, പ്രത്യേകിച്ച് ഇപ്പൊ സ്പെയിൻ, ഇറ്റലി, ജർമ്മനി, സ്വീഡൻ, ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഡയറക്റ്റ് എൻട്രി കിട്ടിയാലും നമുക്ക് സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. നമ്മുടെ പല യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ പല കോളേജസിൽ സീറ്റ് കിട്ടിയാൽ പോലും അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഫ്രീ എഡ്യൂക്കേഷന് ഉള്ള ഓപ്ഷൻ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇപ്പൊ ജർമ്മനി പോലത്തെ രാജ്യത്ത് ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓഫ് കോഴ്സ് ലാംഗ്വേജ് റിക്വയർമെന്റ് ഉണ്ട്. ഈതർ IELTS വേണം അല്ലെങ്കിൽ ജർമ്മൻ GREയിൽ B1 B2 കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ നിങ്ങൾ ആ ഒരു കടമ കടന്നാൽ നിങ്ങൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒരു കാര്യമാണ്, പിന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് എഡ്യൂക്കേഷനും കൂടെ കിട്ടുകയാണ്. അടുത്ത റീസണും കൂടെ നോക്കാം. ഹെൽത്ത് ബെനിഫിറ്റ്സ്. നമ്മളുടെ അവിടെ ഒരു സ്റ്റുഡന്റ് പോയി പഠിക്കുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ഓൾ ദ കൺട്രീസിലും സ്റ്റുഡൻസിന് എന്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണെങ്കിലും ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. പ്രത്യേകിച്ച് ഇപ്പൊ ജർമ്മനി പോലെ രാജ്യത്ത് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമ്മൾ അവിടെ ചെന്ന് പഠിക്കുന്നതെങ്കിൽ പോലും നമ്മളുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് കിട്ടും. നമുക്ക് മേജർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വരെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഈ കൺട്രി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ചില കൺട്രി അതിന് ചെറിയ ഇൻഷുറൻസ് ചാർജ് നമ്മുടെ വിസയുടെ ടൈമിൽ ഈടാക്കുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്ക് എത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള മെഡിക്കൽ സിറ്റുവേഷൻ ആണ് ഉള്ളതെങ്കിൽ പോലും ഈ കോസ്റ്റ് എല്ലാം ഇതിൽ കവറായി പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ റീസൺസ് നിങ്ങൾ എന്തുകൊണ്ട് വിദേശ വിദ്യാഭ്യാസം ചൂസ് ചെയ്യണം എന്നുള്ളതിന്. അപ്പോൾ നിങ്ങൾ വിദേശ വിദ്യാഭ്യാസം താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് us. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഓൺലൈൻ IELTS കോച്ചിങ്, അതുപോലെ GRE കോച്ചിങ്, അതുപോലെ തന്നെ OET കോച്ചിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PTE അവൈലബിൾ ആണ്. അതുപോലെ വളരെ കുറച്ച് പേര് മാത്രമേ ഡ്യുവലിംഗോന് കോച്ചിങ് കൊടുക്കാറുള്ളൂ. ഇപ്പോൾ ഡ്യുവലിംഗോ പല രാജ്യങ്ങളിലും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഡ്യുവലിംഗോ ഓൺലൈൻ കോച്ചിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ മിനിമലിസ്റ്റിക് ഫീസ് ചാർജ് ചെയ്യുന്നുള്ളൂ. 5,000 ആണ് പെർ മന്ത് ചാർജ് ചെയ്യുന്നത്. പെർ ഡേ എല്ലാ ദിവസവും മിനിമം 1 hour വെച്ച് ക്ലാസ്സസ് ഉണ്ട്. റെഗുലർ ടെസ്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ത്രൂ ചെയ്ത് സ്കോർ എടുത്ത് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ ടോട്ടൽ IELTSന്റെ കോച്ചിങ്ങിന്റെ ഫീസ് നമ്മൾ റീഎംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. സോ നിങ്ങൾ വിദേശ വിദ്യാഭ്യാസം നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ ഞങ്ങളുടെ അടുത്ത് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.